ഇന്ന് നമുക്ക് ഓട്ടോ കാർട്ടിൽ സെയിൽ വന്നിട്ടുള്ളൊരു വാഹനമാണ് നിസാൻ എക്സ്റ്റേറ 2021. ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ നിസാനിൻ്റെ ചരിത്രത്തിൽ തന്നെ ആകെ 2 വണ്ടിയായിരുന്നു റീകോൾ ചെയ്ത്, അതായത് പ്രൊഡക്ഷൻ നിർത്തി രണ്ടാമത് തിരിച്ചു വന്നു. ഒന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ സൂപ്പർ സഫാരി, അടുത്തത് വരുന്നത് നിസാൻ എക്സ്റ്റേറ 2020 ഇത് റീലോഞ്ച് ആയത്. 4 ലിറ്ററിൽ ഒരു 7 സീറ്റർ നോക്കുന്നവർക്കെല്ലാം നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ഒരു വാഹനമാണ്. അധികം ഫാമിലീസാണ്, ഓഫ് റോഡ് ടൈപ്പ് പോകുന്നുണ്ടെങ്കിൽ അധികം ഫാമിലീസാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കി വിവരങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് 2021 എക്സ്ട്രേലിൻ്റെ എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റ് വരുന്നത്. 2.5 ആണ് എഞ്ചിൻ സൈസ് വരുന്നത്. 2 ടൈപ്പ് വണ്ടിയുണ്ട്, 4 വീൽ ഡ്രൈവും 2 വീൽ ഡ്രൈവും. ഇത് 4 വീൽ വാഹനമാണ്. 160 ഹോഴ്സ് പവർ, 241 ന്യൂട്രൺ മീറ്ററാണ് മാക്സിമം ടോക്ക് വരുന്നത്. 0 to 100 അതിൽ പറയുന്നതിൽ കാര്യമില്ല, എന്നാലും 8.5 സെക്കൻഡിൽ 190 ആണ് മാക്സിമം സ്പീഡ് വരുന്നത്. അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫാമിലിക്ക് നല്ലൊരു 7 സീറ്റർ നോക്കുന്നത് നല്ല ബെസ്റ്റ് ഓപ്ഷനാണ്. എക്സ്റ്റേറയുടെ സൈഡ് പ്രൊഫൈൽ വ്യൂ അത്യാവശ്യം നല്ല ലോങ് ലെങ്ത്തുള്ള വണ്ടിയാണ്. ഹൈറ്റും ഉണ്ട്. എത്ര പൊക്കമുള്ളവർക്കും നല്ല ബെസ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റും. ഡ്രൈവർ സൈഡ് ഡോർ ഓപ്പൺ ചെയ്താൽ ഇതാണ് ഇതിൻ്റെ വ്യൂ. എല്ലാ കൺട്രോൾസും, അതായത് ഓഡിയോ കൺട്രോൾ, ക്രൂസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 132,000 ആണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്, 4 വീൽ ഡ്രൈവ് ഉണ്ട്, ഓട്ടോമാറ്റിക് ഗിയറാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡാഷ്ബോർഡും കൂടി ഇത് തരുന്നുണ്ട്. നല്ല ലെങ്ത് ഉള്ളവർക്കും ഇങ്ങനെയുള്ളവർക്കും നല്ല ഫാമിലീസിനും അടിപൊളിയായിട്ട് ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് ഒരു ഫാമിലി വാഹനം എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും ഈ വാഹനത്തിന്. റിയർ ഡോർ, അതായത് റിയർ ഡോർ തുറന്ന് നോക്കിയാൽ ഇതാണ് ഇതിൻ്റെ വ്യൂ വരുന്നത്. നല്ല ഹൈറ്റ് ഉണ്ട്. നമുക്ക് ഡ്രസ്സോ കാര്യങ്ങളോ ഹാങ്ങിങ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു കോട്ടോ കാര്യങ്ങൾക്ക് സുഖമായിട്ട് വെക്കാം. ഇതിലിപ്പോൾ ഇങ്ങനെ കയറി ഇരുന്നാൽ ഇതിൻ്റെ ഹൈറ്റ് നമുക്കൊന്ന് നോക്കിയേക്കാം. ഞാൻ കയറി ഇരുന്നിട്ട് ഇത്രയും സ്പേസ്, ഹെഡ് റൂംസ് ഉണ്ട്. ഫാമിലീസിന് നല്ല അത്യാവശ്യം ഹൈറ്റുള്ളവർക്കും ഇരുന്ന് പോകാൻ പറ്റും. 3 സീറ്റാണ് ഇവിടെ വരുന്നത്. റിയറിൽ 2 സീറ്റ് കൊണ്ട് വരുന്നു. അത് ചെറിയ കുട്ടികൾക്ക് പറ്റുന്ന സീറ്റാണ്. എന്തായാലും വലിയ ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് കയറി ഇരുന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. വാ, ഇങ്ങോട്ട് വാ. എങ്ങനെയാണെന്നുള്ളത് ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ ജസ്റ്റ് ഒന്ന് ചെയ്താൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിനുള്ളിൽ കുറച്ച് കൺജസ്റ്റഡ് ആണ് കയറാൻ. കയറിയതിന് ശേഷം കുറച്ച് ബുദ്ധിമുട്ടെങ്കിലും ഇരിക്കാൻ പറ്റും, പക്ഷേ കുട്ടികൾക്കാണ് ഇത് സജസ്റ്റബിൾ ആയിട്ട് വരിക. നമ്മുടെ എക്സ്റ്റേറയുടെ റിയർ വ്യൂ വരുന്നത് നല്ല മാസീവായിട്ട് ഒരു SUVക്ക് പറ്റിയൊരു ലുക്കാണ്. ടൈൽ ലാമ്പ്, ക്രോം ഫിനിഷ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഇതിൽ പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്, വൈഫർ വരുന്നുണ്ട്, വൈഫർ വാഷർ വരുന്നുണ്ട്. നമുക്കൊന്ന് ടൈൽ ഡോർ ഓപ്പൺ ചെയ്ത് നോക്കാം. 1 ടച്ചിൽ ഓപ്പൺ ചെയ്യാം, പക്ഷേ ഓട്ടോമാറ്റിക് അല്ല, മാനുവലാണ്. ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരിക. കുറച്ച് ലഗേജ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. അതല്ല, കുറച്ചും കൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 3rd റോഡ് സീറ്റ് നമുക്ക് 1 ടച്ചിൽ ഇങ്ങനെ ക്ലോസ് ചെയ്താൽ നല്ല ബൂട്ട് സ്പേസ്, അത്യാവശ്യം അപാരമായിട്ടുള്ള ബൂട്ട് സ്പേസ് കിട്ടും. ഈസി ടു ഓപ്പറേറ്റ് ആണ്. എന്ത് സാധനം ഉണ്ടെങ്കിലും നമുക്കിതിൽ കൊണ്ടുപോകാൻ പറ്റും. ഈ കീ കണ്ടോ, സ്മാർട്ട് കീ ആണ് വരുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടി സ്റ്റാർട്ടായി. എക്സ്ട്രാ നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏജൻസിയിൽ റെക്കോർഡുള്ള വണ്ടിയാണ്. ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ ഡ്രൈവ് ചെയ്തിട്ടുള്ള വണ്ടിയായിരുന്നു. ഒരു SUV ഓടിക്കുന്ന എല്ലാ ലാഘവത്തോടും എല്ലാ പ്രൗഡോടുകൂടി ഓടിക്കാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ യൂസർ കാറുമായി ബന്ധപ്പെട്ടുള്ള പേജാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം.